ഹലോ ഗായ്സ്, ഞാനപ്പോൾ ഇന്ന് ഓറിയോ ഷേക്ക് ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് ഒരു ഓറിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് പൊടിച്ചൊരു പ്ലേറ്റിലോട്ടാക്കാം. കഴിയാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുക്കാം. നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കപ്പം ഇത് പൊട്ടിച്ചിടാം. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് വേറൊരു കറിപ്പീലീസ് എടുക്കണം. നമുക്കതിൻ്റെ ക്രീം എടുത്ത് മാറ്റാനായിട്ട് ഒരു കറിപ്പീലീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കപ്പം നമുക്കൊരു ഓറിയോടെ ഇതും നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഭയങ്കര പാടാണ് ഇതിൻ്റെ തൊലി പൊളിക്കാൻ. നമുക്ക് തൊലി പൊളിക്കാം ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ട് ക്രീം. ഇനി നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് ഇതിനകത്തോട്ടിടാം. മിക്സിക്കകത്തോട്ടിട്ടിട്ട് നല്ല വൃത്തിക്ക് അടിച്ചു കൊടുക്കണം ഗൈസ്. അപ്പം ഗൈസ്, മിക്സി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടയ്ക്കാം. നമുക്കൊന്ന് നോക്കാം ഗൈസ്, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണം. അപ്പം ഗൈസ്, നമ്മൾ പൊടിയാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് പൊടിയായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട് നമ്മുടെ മിൽമയുടെ നല്ല പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഗൈസ്. എന്നിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് അടയ്ക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അത്ര പഞ്ചസാര മധുരം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിന്ന് ദൂരിയെടുക്കാം. ഭയങ്കര പാട്. അപ്പം ഗൈസ്, ഞാൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ക്രീമില്ലേ, ക്രീം നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ആ ക്രീം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഇത് ഭയങ്കര പാടെടുക്കാം. യെസ്, നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്പൂൺ എടുത്തിട്ടൊന്ന് ഇളക്കി നോക്കാതെ. കട്ടപ്പാലാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടപ്പാലിട്ട്, പക്ഷെ നന്നായിട്ട് അടിക്കണം. അതാ ഇത് ഈ പാത്രത്തിനകത്തോട് ഊറ്റി കൊടുക്കാതെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയുള്ള. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ശരി, ചെറിയ ഗ്ലാസ്സിനകത്ത് ഒരു വെള്ളം വെച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.